1930കളിലെ ഡൽഹി ചൗരി ബസാറിലെ തിരക്കേറിയ തെരുവുകളിൽ പൊടിപടലങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങി. രംഗ ബഹാദൂർ റായിയുടെ വീടിന്റെ ജാലകത്തിനപ്പുറത്തെ ആകാശത്തേക്ക് നോക്കി ആ 4 വയസ്സുകാരി ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ശാന്തി, നീ എന്താണ് ഈ ആലോചിക്കുന്നത്? ഭക്ഷണം കഴിക്കണ്ടേ? അമ്മ ബാബുയെ ദേവിയുടെ വിളി കേട്ടാണ് അവൾ ഞെട്ടിയത്. ശാന്തി തിരിഞ്ഞു നോക്കി. ആ കുഞ്ഞു കണ്ണുകളിൽ പ്രായത്തിന് ചേരാത്ത ഒരു ഗൗരവം ഉണ്ടായിരുന്നു. അമ്മേ, ഇതെൻ്റെ വീടല്ല. എൻ്റെ വീട് മധുരയിലാണ്. അവിടെ എനിക്കൊരു മകനുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണം. ആദ്യം അതൊരു കുട്ടിക്കളിയായി മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ശാന്തിയുടെ വെളിപ്പെടുത്തലുകൾ അവരെ ഭയപ്പെടുത്താൻ തുടങ്ങി. തൻ്റെ മുൻജന്മത്തിലെ ഭർത്താവിനെ ചൗബേജി എന്നാണ് അവൾ വിളിച്ചിരുന്നത്. മധുരയിലെ മഞ്ഞ നിറമുള്ള വീടിനെക്കുറിച്ചും മുറ്റത്തെ കിണറിനെക്കുറിച്ചും അവൾ കൃത്യമായി വിവരിച്ചു. സാക്ഷാൽ ഗാന്ധിജിയെ അത്ഭുതപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ പുനർജന്മത്തിന്റെ കഥയാണ്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. മകളുടെ വാക്കുകളിൽ സത്യമുണ്ടോ എന്നറിയാൻ രംഗ ബഹാദൂർ മധുരയിലെ കേദാർനാഥ് ചൗബെ എന്നൊരാൾക്ക് കത്തെഴുതി. മറുപടിയായി കേദാർനാഥ് തന്റെ ബന്ധുവായ കാഞ്ചിമലിനെ ഡൽഹിയിലേക്ക് അയച്ചു. അപരിചിതനായ കാഞ്ചിമലിനെ കണ്ട മാത്രയിൽ ശാന്തി പറഞ്ഞു, ഇതെന്റെ ഭർത്താവിന്റെ ബന്ധുവാണ്. പിന്നീട് കേദാർനാഥ് നേരിട്ട് ഡൽഹിയിലെത്തി. കൂടെ ലുബ്ധി ദേവിയുടെ 10 വയസ്സുകാരനായ മകനുമുണ്ടായിരുന്നു. മകനെ കണ്ടതും ശാന്തി പൊട്ടിക്കരഞ്ഞു. എൻ്റെ മോൻ എത്ര വളർന്നു! ഒരു 4 വയസ്സുകാരി 10 വയസ്സുകാരനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ രംഗം കാഴ്ചക്കാർക്ക് യുക്തിക്ക് നിരക്കാത്ത ഒന്നായിരുന്നു. തൻ്റെ മരണപ്പെട്ട ഭാര്യ ലുബ്ധി ദേവിക്ക് മാത്രം അറിയാവുന്ന പല രഹസ്യങ്ങളും ശാന്തി വിളിച്ചു പറഞ്ഞപ്പോൾ കേദാർനാഥ് തകർന്നുപോയി. മരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് തന്ന വാക്ക് നിങ്ങൾ പാലിച്ചു. നമ്മളുടെ മകനെ നോക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ അടുത്തെത്തി. അദ്ദേഹം ശാന്തിയെ സന്ദർശിച്ചു. അവളുടെ ശാന്തത ഗാന്ധിജിയെ അത്ഭുതപ്പെടുത്തി. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം 15 പ്രമുഖ വ്യക്തികളടങ്ങുന്ന ഒരു കമ്മീഷനെ നിയോഗിച്ചു. 1935 നവംബർ 15 ശാന്തി ദേവിയുമായി കമ്മീഷൻ മധുരയിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ താൻ മുൻപ് കണ്ടിട്ടില്ലാത്ത തൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനെ അവൾ തിരിച്ചറിഞ്ഞു. മധുരയിലെ ഇടുങ്ങിയ വഴികളിലൂടെ ഡ്രൈവർക്ക് വഴി കാണിച്ചു കൊടുത്തത് ശാന്തിയായിരുന്നു. ഒരു പഴയ മഞ്ഞ വീടിന്റെ മുന്നിൽ കാർ നിന്നു. ശാന്തി ഓടിച്ചെന്ന് ഒരു വൃദ്ധന്റെ പാദങ്ങളിൽ വീണ് വന്ദിച്ചു. അത് ലുബ്ധി ദേവിയുടെ പിതാവായിരുന്നു. വീടിനുള്ളിലെ ഓരോ മുക്കും മൂലയും അവൾക്ക് പരിചിതമായിരുന്നു. താൻ പണം ഒളിപ്പിച്ചു വെച്ച സ്ഥലം അവൾ കാണിച്ചു കൊടുത്തു. അവിടെ പണമില്ലായിരുന്നുവെങ്കിലും പണം താൻ അവിടെ നിന്ന് എടുത്തിരുന്നുവെന്ന് കേദാർനാഥ് പിന്നീട് സമ്മതിച്ചു. തൻ്റെ മരണത്തെക്കുറിച്ച് അവൾ വിവരിക്കുന്നത് കേട്ട് ആളുകൾ സ്തംഭിച്ചുപോയി. 1925 ഒരു പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ അനുഭവിച്ച കടുത്ത വേദനയെക്കുറിച്ച് അവൾ പറഞ്ഞു. മരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് മുകളിലേക്ക് ഉയർന്നത് ഞാൻ കണ്ടു. ഒരു ഇരുണ്ട ഗുഹയിലൂടെ നടന്ന് പ്രകാശത്തിലേക്കെത്തി. പിന്നെ ഞാൻ ഡൽഹിയിലെ ഒരു കുട്ടിയായി ജനിച്ചു. അന്വേഷണ കമ്മീഷൻ ഇതൊരു യഥാർത്ഥ പുനർജന്മ സംഭവമാണെന്ന് സാക്ഷ്യപ്പെടുത്തി. വിഖ്യാത ഗവേഷകൻ ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ അടക്കം പലരും ഈ കേസ് പഠിച്ചു. ലോകപ്രശസ്തമായ ഈ സംഭവം ശാസ്ത്രത്തിന് ഇന്നും ഒരു പ്രഹേളികയാണ്. 2 കുടുംബങ്ങൾക്കിടയിലായി ശാന്തിയുടെ ജീവിതം തുടർന്നു. അവൾ വിവാഹം കഴിച്ചില്ല. പകരം തൻ്റെ ജീവിതം ആത്മീയതയ്ക്കായി സമർപ്പിച്ചു. 1987 ഡിസംബർ 27 ശാന്തി ദേവി ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുമ്പോഴും ആ മുഖത്ത് അതേ ശാന്തതയുണ്ടായിരുന്നു. മരണം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് മറ്റൊരു യാത്രയുടെ തുടക്കമാണെന്ന വലിയ സത്യം ശാന്തി ദേവിയിലൂടെ ലോകമറിഞ്ഞു. ഇന്നും മധുരയിലെ ആ മഞ്ഞ വീടിന്റെ ചുമരുകൾക്കിടയിൽ ലുബ്ധി ദേവിയുടെ ഓർമ്മകൾ മങ്ങാതെ കിടക്കും.